SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് നെന്മാറ ദേശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. മാട്ടുപ്പാറ സമുദായ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. പരിപാടി നെന്മാറ പോലീസ് സബ് ഇൻസ്പെക്ടർ CM മഹേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നേറണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ സമൂഹത്തിന്റെ പുരോഗതിക്ക് അടിത്തറയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ അങ്കിളുടെ പ്രായമുള്ളവർ ആന്റിയുടെ പ്രായമുള്ളവരൊക്കെ പറയും പണ്ടത്തെ കാലത്ത് പഠിച്ച് കിട്ടുന്ന അത്ര ബുദ്ധിമുട്ടില്ല ഇപ്പൊ എന്നൊക്കെ പറയും. അല്ല അങ്ങനെ കേട്ടില്ലല്ലോ അല്ലേ? പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ പഠിച്ച് ഒരു പാസ്സാവെന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളത്ര വ്യത്യാസമൊന്നുമില്ല. എനിക്കിപ്പോ ഒരു 30 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുള്ള കാലഘട്ടമാണ് അല്ലേ? ശരിയല്ലേ? മുന്നത്തെ പോലെയാണോ? അല്ല. മുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് നാശമായി പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ പലതരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൊന്നും പെടാണ്ട് ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ പാസ്സാവാൻ ഇത്ര മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ? അപ്പം അതിൽ നിന്നും പെടാതെ അതിനൊക്കെ മാറി നിന്ന് നമ്മളൊരു ലക്ഷ്യം കണ്ട് അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അപ്പം അത് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റും. K. ശേഖരൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾ വായനാശീലം വളർത്തി അറിവിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. K. ദിവാകരൻ സ്വാഗതവും K. സുന്ദരൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.